എല്ലാ പാർട്ടിയുടെ ആളാണ് ഇപ്പം ഉണ്ടായിട്ട് വിളിച്ച സകല പാർട്ടിയിലും പോകും. അത് രാത്രിയിൽ പകലിൽ ഏത് സമയത്ത് വിളിച്ചാലും പോകും. അത് ഈ അനാവശ്യങ്ങൾ വിളിച്ചിറക്കാറുള്ളൂ. ഞാൻ പെൻഷൻ മേടിക്കുന്നുണ്ട്, എനിക്ക് നാണയില്ലായിരുന്നു. പാവപ്പെട്ട ഒരു പെൻഷൻ മേടിക്കുന്ന പിണ്ടായുടെ സ്ത്രീധനാണോ ഞാൻ കൊടുക്കുന്നത്? അതാ അറിയണ്ട. ഈ പിണ്ടായുടെ പമ്പർന്നോ തീടിയ മക്കളുടെ അല്ല കള്ളക്കടത്തിന് പോയാൽ തുറന്ന് ഞങ്ങൾ മേടിക്കാറുണ്ടോ? ആ മാസപ്പടി മേടിച്ചു. ആ മാസപ്പടിയിലാണോ ഞങ്ങൾ പെൻഷൻ ചോദിക്കണേ? ഇവിടെ ജനങ്ങളുടെ നികുതി മേടിക്കണേ. ആ കാശ് മതി ഞങ്ങൾക്ക്. അല്ല, ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇത് പിണ്ടായുടെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും ഒന്നുമല്ല. ജനങ്ങളുടെ അവകാശം മാത്രമേ ചോദിച്ചു. ഞാനൊരു ചിന്താവ് വിളിച്ചില്ല, ഒരു കൊടി പിടിച്ചില്ല. ഞാൻ അതൊക്കെ ഇറങ്ങി. എന്നെ കൊണ്ട് ഇത്രയും കൊള്ളരുതായ്മ ഇറക്കിയത് ഈ CPM ഗുണ്ടകളാണ്, ഈ ഗുണ്ടകൾ. അപ്പോൾ ഈ പിണ്ടായി ഈ യൂണിഫോംമാരെ തയ്ച്ചു വെച്ചേക്കാം പോലീസുകാരുടെ. കണ്ണൂർ, കുറുവടി ഇതെല്ലാം കൊടുത്തിരിക്കുക. ജനങ്ങളെ നീതിക്കാശാ ഇതെല്ലാം. ഇവന് ഇറങ്ങി പോകുമ്പോൾ ഇത് ആർക്ക് കൊടുക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കണ്ണൂർ തയ്ച്ചു വെച്ചാൽ ആർക്ക് കൊടുക്കും? ഞാൻ ചോദിക്കുന്നത്, അനേകം പാർട്ടി ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ഇതുപോലെ വൃത്തിയായിട്ടാ ഭരണം ഉണ്ടായിട്ടോ? കള്ളക്കടത്താറിന് ഇവിടെ ഭരിച്ച മന്ത്രിമാരുടെ ജോലി. അതെയോ? നമസ്കാരം. നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നാരി ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്തു മടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 3-ാം തീയതിയാണ് നരേന്ദ്രമോദി കേരളത്തിൽ തൃശ്ശൂരിലെത്തി 2 ലക്ഷം സ്ത്രീകളെ സാക്ഷി നിർത്തി നാരി ശക്തി സംഗമം അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ഈ നാരി ശക്തി സംഗമത്തിന്റെ വേദിയിൽ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അദ്വിതീയരായ ധാരാളം സ്ത്രീരത്നങ്ങൾ സന്നിഹിതരായിരുന്നു. ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് നരേന്ദ്രമോദിയുടെ നാരി ശക്തി സംഗമം വളരെ എടുത്തു പറയേണ്ട ഒരു ചടങ്ങായി തന്നെ മാറി. കേരളത്തിന് വേണ്ടി, ഭാരതത്തിന് വേണ്ടി നിരവധി നേട്ടങ്ങൾ കൊയ്തെടുത്ത അത്ലറ്റ്, ലോകം കണ്ട ഏറ്റവും നല്ല അത്ലറ്റുകളിൽ ഒരാളായ കേരളത്തിന്റെ പയ്യോളി എക്സ്പ്രസ് എന്ന് വിശേഷിപ്പിക്കുന്ന PT ഉഷ, വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മിന്നുമണി, ഗായികയും വൈണിക വിദഗ്ധയുമായ വൈക്കം വിജയലക്ഷ്മി, വസ്ത്രവ്യാപാര രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വളരെ പാരമ്പര്യമുള്ള ഒരു വസ്ത്രസ്ഥാപനത്തിന്റെ ഉടമ കൂടിയായ ബീന കണ്ണൻ, സാമൂഹ്യ സേവന രംഗത്ത് വളരെ സ്തുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ KM സുനിൽ, ഇത്തരം നിരവധി പ്രതിഭകളെ കൊണ്ട് നിറഞ്ഞതായിരുന്നു നരേന്ദ്രമോദി തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത നാരി ശക്തി സംഗമത്തിന്റെ വേദി. നാരി ശക്തി സംഗമ വേദിയിലേക്ക് സെലിബ്രിറ്റി ഇമേജ് ഇല്ലാത്ത ഒരാൾ കൂടി വന്നു ചേരുകയുണ്ടായി. പ്രത്യേക ക്ഷണിതാവായാണ് അദ്ദേഹം അവിടെ എത്തിയത്. ഈ അടുത്ത കാലത്ത് തന്റേതായ ഇടപെടലുകളിലൂടെ കേരള രാഷ്ട്രീയ സാമൂഹ്യ ചരിത്ര മണ്ഡലത്തിൽ ഏറെ ശ്രദ്ധേയമായി തീർന്ന, പെൻഷൻ കിട്ടാത്തതിനാൽ, ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ പിച്ചച്ചട്ടിയുമായി അടിമാലിയിലെ തെരുവിൽ പിച്ചതണ്ടിയ മറിയക്കുട്ടി എന്ന 87 വയസ്സുകാരിയായ വയോവൃദ്ധയായിരുന്നു അത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന വേദിയിൽ, നാരി ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ മറ്റു വിശിഷ്ടാതിഥികൾക്കൊപ്പം കേരളത്തിന്റെ തനത് വ്യക്തിത്വമായി ഈ കഴിഞ്ഞ വർഷം അടയാളപ്പെടുത്തിയ മറിയക്കുട്ടി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. മറിയക്കുട്ടി തൃശ്ശൂരിൽ നാരി ശക്തി സംഗമ വേദിയിൽ നിന്നും മടങ്ങിയതിനു ശേഷം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു സമരവുമായി എത്തിയിരിക്കുന്നു. തനിക്ക് കിട്ടാനുള്ള പെൻഷൻ കിട്ടണം, ക്ഷേമ പെൻഷൻ കിട്ടണം, അത് തന്റെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മറ്റു സമര അനുകൂലികളുടെ കൂടെ അവർ ഇരിക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ ആ വേദിയിൽ ഇരുന്നു കൊണ്ട്, സമരപ്പന്തലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചുമെല്ലാം വളരെ കൃത്യമായ നിരീക്ഷണ പാഠവത്തോടു കൂടി സംസാരിക്കുന്നു. 4-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു അമ്മയിൽ നിന്നാണ്, ഗ്രാമീണയായ തികച്ചും അരക്ഷിതാവസ്ഥയിൽ നിന്ന് വരുന്ന ഒരു അമ്മയാണ് ഇത്രത്തോളം രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും കാര്യങ്ങൾ വളരെ കൃത്യമായ കൃതകൃത്യതയോടുകൂടി സംസാരിക്കുന്നത്. കണിശമായ രീതിയിൽ തന്നെയാണ് പല കാര്യങ്ങളും അവർ അഭിപ്രായം പറയുന്നത്, വിമർശനം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും അതിനിശിതമായി വിമർശിക്കുന്ന, വലിച്ചു കീറി തേച്ചൊട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും മറിയക്കുട്ടി അമ്മച്ചി സംസാരിക്കുന്നത്. അവരുടെ ഇത്തരം ഇടപെടലുകൾ കൊണ്ട് തന്നെ അവരെ നാട്ടിൽ വിളിക്കുന്നത് മജിസ്ട്രേറ്റ് മറിയ എന്ന് തന്നെയാണ്. മജിസ്ട്രേറ്റ് മറിയ എന്ന് വിളിക്കുന്നതിൽ തനിക്ക് പരാതിയൊന്നുമില്ല എന്ന് തന്നെയാണ് അവർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഞാൻ തൃശ്ശൂരിൽ നരേന്ദ്രമോദിയെ കാണാൻ പോയത് ഒരു മെമ്മോറാണ്ടം കൊടുക്കാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുവാൻ വേണ്ടിയല്ല. ഇവിടെ കേരളത്തിൽ എന്തെല്ലാം അരാജകത്വങ്ങൾ നടക്കുന്നു, എന്തെല്ലാം അഴിമതികൾ നടക്കുന്നു, എന്തെല്ലാം അക്രമങ്ങൾ നടക്കുന്നു, ഇതിനെല്ലാം ഉത്തരവാദി നമ്മുടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് മറിയക്കുട്ടി അടിവരയിട്ട് പറയുന്നത്.
ഇത്തരം അനീതികൾ ഞാൻ എവിടെ കണ്ടാലും എടുത്തു പറയും. അതെന്റെ ഒരു ജന്മവാസനയാണ്, ശീലം തന്നെയാണ്. ഞാൻ ഏത് പാർട്ടിക്കാരും നല്ലത് ചെയ്യുന്ന ഏത് പാർട്ടിക്കാർക്കും ഒപ്പം ഞാനുണ്ട്, എല്ലാവർക്കും എന്റെ പിന്തുണയുണ്ട്. എന്നാൽ ഒരു കാരണവശാലും ഞാൻ CPM-ന്റെ പിന്തുണക്കാരിയല്ല, പിണറായി വിജയന്റെ പിന്തുണക്കാരിയല്ല എന്നാണ് മറിയക്കുട്ടി എടുത്തു പറഞ്ഞത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മറിയക്കുട്ടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പ്രധാനമന്ത്രിക്ക് ഒരു മെമ്മറാണ്ടം കൊടുക്കാൻ പോയതാ. അതെന്റെ ആവശ്യപ്പെട്ട പിണറായിയെ പോലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഞാൻ വെച്ചിട്ടുണ്ടോ? ഇത് ഉണ്ടോ? എന്നെ രക്ഷിക്കാൻ സ്വർണ്ണക്കടത്തിൽ പോയിട്ടില്ല. ഈ പള്ളിവാസലിൽ ഈ ദാവം കേസിന് ഞാൻ പോയിട്ടില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കേണ്ട ആവശ്യം ഒന്നും വന്നിട്ടില്ല. ഇനിയും ഞാൻ പോകും. അതെനിക്ക് പകല് ഞാൻ എല്ലാ പാർട്ടിയുടെ ആളാണ്. ഇപ്പം ഉണ്ടായിട്ട് വിളിച്ച സകല പാർട്ടിയിലും പോകും. അത് രാത്രിയിൽ നിന്നില്ല പകലിൽ നിന്ന് ഏത് സമയത്ത് വിളിച്ചാലും പോകും. അത് ഈ അനാവശ്യങ്ങൾ വിളിച്ചിറക്കരുത്. ഞാൻ പെൻഷൻ മേടിക്കുന്നുണ്ട്, എനിക്ക് നാണയില്ലാണ്. പാവപ്പെട്ട ഒരു പെൻഷൻ മേടിക്കുന്ന പിണ്ടായുടെ സ്ത്രീധനാണോ ഞാൻ കൊടുക്കുന്നത്? അതാ അറിയണ്ട. ഈ പിണ്ടായുടെ പമ്പർന്ന് തീടിയ മക്കളുടെ അല്ല കള്ളക്കടത്തിന് പോയ സ്വർണ്ണം ഞങ്ങൾ മേടിക്കാറുണ്ടോ? ആ മാസപ്പടി മേടിച്ചു. ആ മാസപ്പടിയിലാണോ ഞങ്ങൾ പെൻഷൻ ചോദിക്കണേ? ഇവിടെ ജനങ്ങളുടെ നികുതി മേടിക്കണേ. ആ കാശ് മതി ഞങ്ങൾക്ക്. അല്ല, ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇത് പിണ്ടായുടെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും ഒന്നുമല്ല. ജനങ്ങളുടെ അവകാശം മാത്രമേ ചോദിച്ചു. ഞാനൊരു ചിന്താവ് വിളിച്ചില്ല, ഒരു കൊടി പിടിച്ചില്ല. ഞാൻ അതൊക്കെ ഇറങ്ങി. എന്നെ കൊണ്ട് ഇത്രയും കൊള്ളരുതായ്മ ഇറക്കിയത് ഈ CPM ഗുണ്ടകളാണ്, ഈ ഗുണ്ടകൾ. അപ്പോൾ ഈ പിണ്ടായി ഈ യൂണിഫോമാരെ തയ്ച്ചു വെച്ചേക്കാം പോലീസുകാരുടെ. കണ്ണൂര്, കുറുവടി ഇതെല്ലാം കൊടുത്തിരിക്കുക. ജനങ്ങൾ നീതിക്കാശാ ഇതെല്ലാം. ഇവന് ഇറങ്ങി പോകുമ്പോൾ ഇത് ആർക്ക് കൊടുക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കണ്ണൂർ തയ്ച്ചു വെച്ചാൽ ആർക്ക് കൊടുക്കും? ഞാൻ ചോദിക്കുന്ന അനേകം പാർട്ടി ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ഇതുപോലെ വൃത്തിയായിട്ടാ ഭരണം ഉണ്ടായിട്ടോ? കള്ളക്കടത്താറിന് ഇവിടെ ഭരിച്ച മന്ത്രിമാരുടെ ജോലി അതെയോ? ഇതൊക്കെ ഞാൻ വിളിച്ചു പറയണത്. അല്ല, എനിക്ക് ഒരു പാർട്ടിയില്ല, സ്വതന്ത്രനായിട്ടായി ഒരുത്തരുമില്ല. ഈ പിണറായി ഒഴിച്ച് ഏത് പാർട്ടി വിളിച്ചാലും ഞാൻ പോകും. എനിക്ക് ഇന്ന പാർട്ടിയൊന്നും രാത്രിയിലോ പകലോ ഇന്നും സമയമൊന്നുമില്ല. ഇവര് പറയണ രാത്രിയിൽ ഞാൻ കോൺഗ്രസ്, പകല് BJP. ഇത് അവരുടെ തൊഴിലാണ്, എൻ്റെ തൊഴിലല്ല. ഞാൻ ഒരു കൊള്ളയടിച്ചിട്ടില്ല. ഞാൻ ഇന്നും പാവപ്പെട്ട എനിക്കൊരു വീട് വരെയില്ല, കൊള്ളയടിച്ചിട്ടില്ല. പിന്നെ ഇവർ പറഞ്ഞാൽ കൊള്ളയടിച്ചെന്ന് പറയാം. ഈ പിണ്ടായും കൂട്ടർക്ക് ഒരു മാടം പോലും ഇല്ലാത്തവരാ ഇപ്പൊ കൊട്ടാരം പണിതിരിക്കണേ. ഒരു പാവങ്ങളെ രക്ഷിക്കാൻ കയറിയതാ. ഒരു ചിന്താവായെന്നായിരുന്നു തൊഴിലാളി വർഗം ചിന്ത. തൊഴിലാളിയാണോ ഇപ്പം? ആരാ തൊഴിലാളി? പുറകടന്നവർ. ഇതെല്ലാം ഇവരെന്തിനാ നമ്മളെ കൊണ്ട് പറയപ്പെടുന്നത്? ഇപ്പൊ അന്നത്തെ തെണ്ടി നടന്നവരൊന്നും വലിയ രാജകൊട്ടാരാ. പാവങ്ങളെ സഹായിച്ചോ? അന്ന് ഉള്ളത് കൂടെ ഇല്ലാതെയാവുകയായിരുന്നു ഞങ്ങൾക്ക് അന്നുള്ളത്. ഇവര് ബക്കറ്റ് വീര് നടത്തി. ഇതോറും കടകൾ തകർത്തെന്നറിയാമോ? ഇവർക്ക് 10,000 കുറഞ്ഞ് ബക്കറ്റ് വീരുമില്ല. എത്ര കടകൾ തകർത്തും, എത്ര കമ്പനി തകർത്തും. ഇതൊക്കെ ആർക്ക് വേണ്ടിയാന്നാ ഞാൻ ചോദിക്കണം. അപ്പം ഉണ്ടായുടെ അപ്പം ഇവിടുത്തെ രാജാവാന്ന് പറഞ്ഞു. ഞാൻ പറയണത് ഈ പിണറായിയെ കണ്ണിഞ്ഞ് എത്ര സത്യവാദനായിട്ടാണ് ഞാൻ ജീവിക്കണത് ഇന്ന് വരെ. അതുകൊണ്ട് പാവങ്ങളെ നന്നാക്കാൻ കയറിയ പിണറായിയും ഗുണ്ടകളും ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉദ്ധരിച്ച ഈ കൊള്ളവർത്താനം പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ പോലീസിന് ഇന്നാതെ അധികാരം കൊടുത്താരാ? ഈ തലക്കെട്ട് പെൺപിള്ളേരുടെ ആ ജാഥയിൽ എത്ര പെൺപിള്ളേരുടെ വസ്ത്രം വെച്ച് കീറി പോലീസുകാർ? വസ്ത്രം വെച്ച് കീറിയില്ല. അത് ഭരിച്ച ഏതെങ്കിലും മന്ത്രിമാർ ചെയ്യിച്ചുണ്ടോ വസ്ത്രം? കണ്ണങ്ങളുടെ പെൺപിള്ളേരുടെ ശരീരത്തോടുണ്ട് അധികാരം. ഈ പോലീസുകാർക്ക് എന്നാ ജോലി? ഇവർക്ക് അധികാരം ഉണ്ടോ? ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുക. എത്ര പെൺപിള്ളേരോ എത്ര പെണ്ണുങ്ങളോ തന്നെ ആ കൊച്ചിനെ കോളേജിൽ കുത്തിക്കൊന്നു ഒരു കൊച്ചൻ. അതിൻ്റെ അമ്മേനെ ഈ പോലീസ്, വനിതാ പോലീസ് ആ കോടതിയെ മിറ്റത്തോടെ വെച്ചുകൊണ്ട് കൊടുത്തില്ലേ? ഞാൻ കണ്ടത്. ഇവരെന്നാ പറഞ്ഞ ഈ വനിതാ പോലീസിനെ ഏൽപ്പിച്ചേക്കണേ. അപ്പം നമ്മുടെ അവകാശപ്പെടാൻ പറ്റില്ല. ആ കൊച്ചിൻ്റെ അമ്മയുടെ കണ്ണീര് എങ്ങും പറയുന്നാണോ പറഞ്ഞേ? അപ്പം ആ കൊച്ചിൻ്റെ അമ്മേനെ ഇത് വെച്ചുകൊണ്ട് നടക്കണൊക്കെ എൻ്റെ കണ്ണീർ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ എന്ത് കാര്യം പറയാൻ പറ്റുമെന്നാ പറയാൻ? പെൻഷൻ ചോദിക്കാൻ പാടില്ല. നമ്മുടെ കൊറ്റങ്ങളെ കൊന്ന് പീഡിപ്പിച്ച് അതിനെ ചോദിക്കാൻ പാടില്ല. വഴിയാ പോണ പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോവുക, അത് ചോദിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എന്നെ ഇനി ചോദിക്കണേ?